അപ്പൊ ഇന്ന് നമ്മൾ കൊച്ചിക്കാരുടെ ഫേമസ് ചാള തിളപ്പിച്ചതിന്റെ റെസിപ്പി ചെയ്യാൻ പോണേ കേട്ടോ. നല്ലൊരു മുളക് കറി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. ചാള തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടാണെങ്കിൽ ഇതേപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ. ലെറ്റ്സ് ഗോ. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു പാർട്ടാണ് ഈ മീൻ വൃത്തിയാക്കല്, പ്രത്യേകിച്ച് ചാള. ഞാനിവിടെ 8-9 ചാള നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 10 കുഞ്ഞുള്ളി കല്ലിലിട്ട് ചതച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ വലുപ്പത്തിലുള്ള വലിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ട് ജൂലം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഐഫോൺ ഇതേപോലെ ചതച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്ലേവർ ഇറങ്ങാനായിട്ട്. ഇനി 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം. ഒരു തണ്ട് വേപ്പൽ എടുക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി വലിയ ക്യൂബായിട്ട് ഡൈസ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു കടായിലോട്ടോ മൺചട്ടിയിലോട്ടോ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും നമ്മൾ മാറ്റി വെച്ച കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ബാക്കിയുള്ള ഇഞ്ചിയും കുഞ്ഞുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും, ഒരടപ്പ് വിനാഗിരിയും കൂടി ഇട്ടിട്ട് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ തക്കാളി ചേർത്തിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഹൈ ഹീറ്റിലിട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാള കൂട്ടാൻ നൈസായിട്ട് പറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഹീറ്റിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താണ്ടല്ലോ നമ്മുടെ ചാളക്കറി റെഡി. നാട്ടിലാണെങ്കിൽ നല്ല ചൂട് വെള്ളച്ചോറിന്റെ കൂടെ ഈ മീൻകറിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അമ്മാതിരി ടേസ്റ്റാണ്. ഞാനിവിടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബസ്മതി റൈസും കൂട്ടിയാട്ടാ കഴിച്ചത്. എന്തൊക്കെയാണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാട്ടോ. അപ്പൊ മീനുണ്ടല്ലോ കൂട്ടിയിട്ട് അടിപൊളി കേട്ടോ. കുറച്ച് ചാള വറുത്തതും കൂടെ വേണമായിരുന്നു കേട്ടോ. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഫ്രഷ് ചാള കിട്ടിയാനെ. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമ്മൾ ഫ്രോസൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. എന്തായാലും സംഭവം കൊള്ളാം. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ കേട്ടോ. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.